Watch full episodes on Jio Hotstar. അത്ര വലിയ ഭംഗിയൊന്നുമില്ല. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഐസ് മഴ പെയ്യുമായിരുന്നു. അതെ ആദി, നിന്റെ ഗ്രാമത്തിൽ എങ്ങനെ മഞ്ഞുകട്ട പെയ്യ? ഗ്രാമത്തിലൊക്കെ ഫ്രിഡ്ജിലെ ഐസ് കട്ടികളാണ് കിട്ടുന്നത്. അല്ല, ഈ കോഴികൾ എവിടെന്നാ വന്നത്? അത് കണ്ട 2 കോഴിയുണ്ട്. ഇന്ന് ആ കോഴികളെ പിടിച്ച് നല്ല ചിക്കൻ കബാബ് ചെയ്ത് തിന്നായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ഇതാ ചെയ്തിരുന്നത്. ഓടി ഓടി ഞാൻ കോഴികളെ പിടിക്കുമായിരുന്നു. ആണോ? എന്നാ പിന്നെ ഈ കോഴിനെ പിടിച്ചു കാണിക്കാം. അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഇപ്പൊ കണ്ടോ, കോഴി കോഴി അവിടെ നിക്ക്. എന്താത്, കോഴിയെ കണ്ടിങ്ങനെ പേടിച്ച് ഓടുന്നോ? ഞങ്ങളുടെ ക്യാമ്പിൽ പാമ്പിനെ പിടിക്കാൻ വരെ ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നിട്ടുണ്ട്, അറിയോ? എന്നിട്ടാണ് ഈ കോഴി. ഇതിനെ ഞാൻ ഇപ്പൊ തന്നെ പിടിച്ച് തന്തൂരി ഉണ്ടാക്കാൻ പോവാണ്. അവിടെ നിൽക്ക. ഇതൊരു വല്ലാത്ത കോഴിയാണല്ലോ, എന്നെ കുത്താൻ വേണ്ടി വരികയാണ്. അതേ കോഴി, ഞാൻ കമാൻഡോ ഫോഴ്സ് ചെയ്തിട്ടുള്ള ആളാണ്. നിങ്ങൾക്ക് കോഴിയെ പിടിക്കാൻ പറ്റിയില്ല, പക്ഷെ കോഴിയാണ് നിങ്ങളെ പിടിച്ചത്. ആ, അപ്പോ കോഴികൾ അതിൽ നിന്നാണ് പുറത്തു വന്നത്. നല്ല ഭംഗിയുള്ള പോട്രി ഫാം. വരൂ, നമുക്ക് അവിടെ പോയി നോക്കാം. കോഴി അങ്ങനെയൊന്നും ഓടിക്കില്ല. നമുക്ക് പുറത്തുനിന്ന് നോക്കാന്നേ. ശരി, അവിടെ ചെന്ന് കുറച്ച് മുട്ടകൾ മേടിച്ച് പാചകം ചെയ്ത് കഴിക്കാം നമുക്ക്. ഇത് ശരിക്കുള്ള കോഴിയല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതിന്റെ ശരീരം കണ്ടില്ലേ? അല്ല, ഇത് കോഴിയല്ലല്ലോ, മനുഷ്യനാണ് കേട്ടോ. എന്തിനാണ് തള്ളണേ? വേഗം പറ. ആദ്യം നിങ്ങളാണ് ഞങ്ങളെ ആക്രമിച്ചത്. ഇവിടെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നത് എന്റെ ജോലിയാണ്, അറിയോ? ആരിവിടെ വന്നാലും ഞാൻ ഇവിടെ ഓടിക്കും, കാരണം ഞങ്ങൾക്ക് അപകടം വരാതിരിക്കാൻ. ഞങ്ങൾ എന്ത് ചെയ്യുന്ന? ഞങ്ങൾ വെറുതെ ഇതൊന്ന് കാണാൻ വേണ്ടി മാത്രം വന്നതാ. അല്ല, ഇവരൊക്കെ ആരാ? ആരാടാ നിങ്ങളൊക്കെ? എന്തിനാണ് ഇവിടെ വന്നത്? മര്യാദയ്ക്ക് പോയിക്കോ. ഞങ്ങൾ ഇവിടെ ക്യാമ്പയിന് വന്നതാണ്. പോട്രി ഫാം കണ്ടപ്പോ വെറുതെ കയറി നോക്കാന്ന് വിചാരിച്ചു. ഇവിടെ കറങ്ങാൻ നിൽക്കണ്ട, മര്യാദയ്ക്ക് പോയിക്കോ. പോകാനാ പറഞ്ഞത്. ഇത് പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്, അറിയോ? ഇതിന്റെ അകത്തേക്ക് ആരും കയറാനും പാടില്ല. ഇൻസ്പെക്ടർ, കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണോ? ശിവ, നമ്മള് പ്രൈവറ്റ് പ്രോപ്പർട്ടി വഴി നടക്കാൻ പാടില്ലായിരുന്നു. വന്നാ നമുക്ക് തിരിച്ചു പോകാം. ഞാൻ പിടിക്കാം. എന്തോ കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ അവര് വെറുതെ മിഷൻ കണ്ണുമായി നടക്കില്ല. എന്തോ രഹസ്യമുണ്ട്. ആരും അറിയാതെ നാളെ പോയി നോക്കിയേ പറ്റൂ. ഓ ഓ ലഡു സിംഗ് സർ, അത് കണ്ടില്ലേ? പോട്രി ഫാമിൽ നിന്ന് അർദ്ധരാത്രിക്ക് ഒരു ട്രക്ക് പോകുന്നത്. അത് ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ജോലിയാണ്. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ വരെ എനിക്ക് ഏത് ട്രക്ക് ചെക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട്. നിങ്ങൾ കണ്ടോ അവന്മാരെ ഞാൻ എങ്ങനെ പിടിക്കാൻ പോണെന്ന്? ട്രക്ക് ഈ വഴിക്കാണോ വരുന്നത്? നിർത്ത, വണ്ടി മര്യാദയ്ക്ക് നിർത്താൻ. വണ്ടി നിർത്തി കഴിഞ്ഞാൽ പിന്നെ പിടിക്കപ്പെടും. എടോ, തന്നോട് നിർത്താൻ പറഞ്ഞ
എന്നെ ഒന്ന് ഇറക്കി വിട്. അതെ, നിങ്ങളോടല്ല വണ്ടി ഒന്ന് നിർത്താൻ പറയുന്നത്. എന്നെ എങ്ങോട്ടായി കൊണ്ടുപോണത്? ലഡു സിംഗ് സാറേ, ആ ട്രക്ക് വിട്ടേക്കൂ. രക്ഷിക്കണേ ശിവ, എന്നെ ഒന്ന് വേഗം വന്ന് രക്ഷിക്കണേ. പേടിക്കണ്ട ലഡു സിംഗ് സാർ, ഞാൻ വന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താം. കുട്ടി, മര്യാദക്ക് വഴിന്ന് മാറി. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. യേയ്! ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ആ കുട്ടിയെ പിടിച്ച് തല്ലേ. വെറുതെ വിടില്ല. അതെ, എങ്ങോട്ടായി ഓടി പോകുന്നത്? എന്താണ് മുകളിലുള്ളത്? മുകളിലോ? ഒന്ന് പറ. എന്താ നീ കാണുന്നത്? എന്താ നീ പൊട്ടം കളിപ്പിക്ക? അവിടെ നിക്ക്. എന്തിനാ ഇങ്ങനെ തല്ലുന്നത്? എന്താ നിങ്ങൾക്ക് വേണ്ടത്? പരിശോധിക്കണം, ഞങ്ങൾക്ക് പരിശോധിക്കണം. വേഗം ചെന്ന് പരിശോധിച്ചോളൂ. ഇത് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങള് വഴിമാറി തരുമായിരുന്നില്ലേ? പിന്നെന്തിനാ താൻ ഓടിയത്? പോലീസുകാരനെ കണ്ടപ്പോ ഞങ്ങള് പേടിച്ചു പോയതാ. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഈ കാട്ടിനകത്ത് എന്തിനാ പോലീസ് വന്നതെന്ന്. ചിലപ്പോ കള്ള പോലീസ് ആയിരിക്കും. കള്ളന്മാർ ഇതുപോലെ വരാറുള്ളതാണ്. അതുകൊണ്ടാ ഞങ്ങൾ ഓടിയത്. സോറി സാറേ, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയതാ. എന്നാ ശരി, വന്നാ നമുക്ക് ട്രക്ക് ചെക്ക് ചെയ്യാം. ഇതിനകത്ത് വരും കോഴിമുട്ടകൾ മാത്രമേ കാണുന്നുള്ളൂ. സാർ, എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ. ഓക്കെ, എന്നാ വിട്ടോ. പോയിക്കോളാൻ. നമ്മള് വെറുതെ അവരെ സംശയിച്ചു. വരൂ, ഒരുപാട് രാത്രി ഇനി ഉറങ്ങാം. ആകെ ക്ഷീണമായി എനിക്ക്. ഹോ. ഈ കോഴിയുടെ ഒച്ച കേൾക്കുമ്പോ തോന്നും ടെന്റിന്റെ അടുത്ത് തന്നെ കോഴി വന്നിട്ടുണ്ടെന്ന്. എന്താണിത്? നീ എന്തിനാണ് എന്നെ ഇങ്ങനെ പുറകെ ശരണം ശല്യം ചെയ്യുന്നത്? ശിവ, ശിവ! ആരോ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? കോഴി, എന്തിനാ എന്നെ മാത്രം ഇങ്ങനെ ഓടിക്കുന്നത്? ഞാൻ നിന്നെ ഉപദ്രവിക്കുന്നില്ലല്ലോ. കോഴി, നീ എന്തിനാ ഇങ്ങനെ കൊത്താൻ വരുന്ന? ഞാൻ നിന്നെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. എന്തിനാ എന്നെ ഇങ്ങനെ കൊത്താൻ വരുന്നത്? വേണ്ട. ഇന്നലെ രാത്രി അതിനെ തന്തൂരി ആക്കുന്ന് പറഞ്ഞ കാര്യം അത് കേട്ട് കാണും. അതുകൊണ്ടാ അതിങ്ങനെ ചെയ്തത്. അല്ല, അവിടെ ആരാ ഒളിച്ചിരിക്കുന്നത്? അവിടെ നിന്ന് ആരോ നമ്മൾ നോക്കുന്നുണ്ട്. രേവ, ഇന്നലെ രാത്രി ഈ ട്രക്കിന്റെ അടുത്തുനിന്ന് വീഡിയോ എടുത്തത് എനിക്കൊന്ന് കാണിക്കുമോ? ഇപ്പൊ തന്നെ കാണിക്കാം. ഓ ഇയാൾ തന്നെയാണ് മരത്തിന്റെ പുറകിൽ നിന്ന് ഒളിച്ചു നോക്കിയത്. ഇയാള് മരത്തിന്റെ പുറകെ നിന്ന് ഒളിഞ്ഞു നോക്കിയതും പിന്നെ കൂട്ടുകാരുമായി ഇന്നലെ രാത്രി ആംഗ്യം കാണിച്ചതും ഇതൊക്കെ കാണുമ്പോ എനിക്ക് തോന്നുന്നത് ആ ട്രക്കില് എന്തോ ഉണ്ടായിരുന്നു. അത് നമുക്ക് കാണാൻ പറ്റിയില്ല. ബോസേ, ഇതെന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്? എന്താ കാര്യം? അണ്ടാസിംഗും എഗ്ഗും തമ്മിലുള്ള ബന്ധം ആർക്കും അറിയില്ല. എന്നാലും ആ പിള്ളേർ ഇത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചല്ലോ.
എന്റെ ട്രക്ക് അവന്മാര് പരിശോധിച്ചിരിക്കുന്നു. ഒരു എഗ്ഗിന്റെ വില എന്നാ നിങ്ങക്ക് അറിയോ? വണ്ടി മുഴുവൻ എഗ്ഗ് അവന്മാര് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ എന്തുമാത്രം നഷ്ടമായിരുന്നു നിങ്ങക്ക് അറിയോ? അവറ്റികളെ ഇവിടെ നിന്ന് ഓടിക്കേ. ബോസേ, ഒരു പോലീസുകാരൻ അവരുടെ കൂടെ ഉണ്ട്. അണ്ടാ സിംഗിന്റെ എഗ്ഗിന്റെ രഹസ്യം ആരും കണ്ടുപിടിക്കാൻ പാടില്ല. ഈ പരിസരത്ത് ഒറ്റയാണെന്നേ കണ്ടുപോകരുത് കേട്ടാ. അവന്മാരെ ആരെങ്കിലും ഇവിടെ കണ്ടു കഴിഞ്ഞാ നിങ്ങൾ ഒരുത്തനും ജീവനോട് ഉണ്ടാവില്ല, മനസ്സിലായിക്കോ? അല്ല, നിങ്ങൾ ഇതുവരെ പോയില്ലേ? വേഗം പോകാൻ നോക്ക്. മര്യാദക്ക് തിരിച്ചു പോയിക്കോ. പോവില്ല, അതിന് ഈ സ്ഥലം തണ്ടതല്ലോ. ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് ഇവരോടൊപ്പം ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഇവരെ എങ്ങോട്ടും പറഞ്ഞേക്കാനുള്ള അനുവാദമില്ല കേട്ടോ. ഞങ്ങളടുത്ത ഗണ്ണുള്ളത്, അല്ലാതെ തന്റെ അടുത്തല്ല കേട്ടോ. ഇപ്പൊ ഇൻസ്പെക്ടർ ഞാനാണ്. ഇവിടെ ഞങ്ങളുടെ നിയമമേ നടക്കുള്ളൂ. മര്യാദക്ക് തിരിച്ചു പോയിക്കോ, ഇല്ലെങ്കിൽ ഈ ലേസർ കൊണ്ടുകൊണ്ട് ചുട്ടേരിക്കും. അട്ടിക്കോ. ഇനിയിപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ വന്നാ നിന്റെ ഐഡി, അവിടെ ചെന്നാ ബോസ് ഇട്ടിരിക്കുന്നു. ബോസ് നിങ്ങളിട്ട് ഇവിടുന്ന് ഓടിക്കാൻ പറയുന്നു. നിങ്ങളാണ് ഇവിടുന്ന് പോകുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യാനാ പറ? ചെല്, ബോസിനോട് അവരവിടുന്ന് പോയി എന്ന് പറയാ. അത്രേ ഉള്ളൂ. അങ്ങനെ പറയാല്ലേ? അതന്നെ, ചെല്. ഈ കോഴികളൊക്കെ കാണുമ്പോ പണ്ടൊരു കാര്യം ഓർമ്മ വരുന്നു. പണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിലെ ഗ്രാമത്തലവന്റെ ഒരു മോതിരം കാണാതെ പോയി. ഇയാൾക്ക് സംശയം തോന്നിയപ്പോ എന്നും ആ കോഴിമുട്ട പൊട്ടിച്ച് നോക്കുമായിരുന്നു. കാരണം അയാളുടെ കളഞ്ഞുപോയ മോതിരം മുട്ടയ്ക്കകത്തുണ്ടോ എന്നാണ് ഒരു സംശയം. കോഴിക്ക് ഒരിക്കൽ പോലും ആ മുട്ട പൊരുന്നാൻ കിട്ടിയിട്ടേ ഇല്ലായിരുന്നു. നിനക്കറിയോ, ഈ കാര്യം പറഞ്ഞപ്പോ നല്ലൊരു ഐഡിയ കിട്ടിയത്. ചിലപ്പോ ആ ഗുണ്ടകള് മുട്ടയുടെ അകത്ത് വല്ല രഹസ്യം ഒളിപ്പിച്ചിട്ടായിരിക്കോ പോകുന്നത്. ചിലപ്പോ ശരിയായിരിക്കും രേവ. ഇന്ന് രാത്രി നമുക്ക് അവിടേക്ക് ചെന്ന് ചെക്ക് ചെയ്യാം. അതെ, ജീനിയസ്. അതെനിക്ക് കുഞ്ഞുനാളിലെ ഉള്ള ഒരു സ്വഭാവം. പക്ഷെ ഒരിക്കലും ഇതുവരെ ഞാൻ അഹങ്കാരം കാണിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഞൊണ്ടി ഞൊണ്ടി പോയാലേ ബോസ് എങ്ങനെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നടുപൊടിയും. ബോസ്, അവരെയൊക്കെ ഞങ്ങൾ ഇടിച്ചിടിച്ച് പറഞ്ഞു വിട്ടു കേട്ടോ. അതെന്തായാലും കൊള്ളാം. വെരി ഗുഡ്. നിങ്ങൾക്കൊക്കെ അപ്പൊ ബുദ്ധി ഉണ്ട്. അണ്ടാ സിംഗിന്റെ എഗ്ഗിന്റെ രഹസ്യം ഒരുത്തനും മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മുടെ ഇവിടുത്തെ രഹസ്യം ഒരുത്തൻ പോലും പരസ്യമാക്കരുത് കേട്ടല്ലോ ഡേ. ഒരു എഗ്ഗിന്റെ വില എന്തെന്ന് ആ പൊട്ടന്മാർക്ക് എങ്ങനെ അറിയാനാ? എന്തോന്നാടാ മേടിച്ച് നോക്കുന്നേ? ബോസ്, ഞങ്ങൾ ആ ചെറുക്കന്റെ അടുത്തേക്ക് പോയപ്പോഴേ അവന്റെ റിയാക്ഷനും ഇതുപോലെ തന്നെ ആയിരുന്നു. ആണോടെ? അതെ ബോസ്, വല്ലാതെ പേടിച്ച് വരണ്ടു പോയവൻ. നീ എന്തുവാ ഈ കാണിക്കുന്നേ? ബോസ്, ഞങ്ങളെ കണ്ടപ്പോ അവൻ വീണ്ടും അതേ റിയാക്ഷൻ തന്നെ തന്നേ. ആണോ ആണോ? പിന്നെ ഞങ്ങൾ അവനെ ഇട്ട് ഓടിച്ചു. ബോസേ, ഒരു 2-3 ദിവസത്തേക്ക് ലീവ് കിട്ടുമോ? എന്തിനാണാവോ? ഇനി ഞങ്ങൾക്ക് തല്ലുകൊള്ളാൻ വയ്യാത്തത് കൊണ്ടാ. എന്താ? ഞാൻ പറഞ്ഞു വന്നത് അവനിങ് എത്തി. ഇനി തല്ലുകൊള്ളാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ലീവ് എടുത്ത് പോവുക. എന്നെ വിട്ടേക്കോ. ഏയ്, ഇവിടെ ഒരുത്തനെ എങ്ങോട്ടും പോകുന്നില്ല. ആരാണ് അവിടെ? എന്റെ മുമ്പിലേക്ക് വാ. ഈ സ്വർണ്ണ മുട്ടകൾ ശരിക്കുള്ള മൂട്ടകളുടെ അകത്താക്കി സ്വർണം കടത്തുന്നതാണ് ഇവരുടെ പണി. ലഡു സിംഗ് സാറുമായി നീ ഇങ്ങോട്ട് വരണം. പിന്നെ സാറിനോട് പോലീസ് ഫോഴ്സിനെയും ഏർപ്പാട് ചെയ്യാൻ പറ. ആരാത്? മുമ്പിലോട്ട് വരാനല്ലോ പറഞ്ഞേ. ആരാണ് അണ്ടാ സിംഗിന്റെ രഹസ്യം മനസ്സിലാക്കാൻ ഇങ്ങോട്ട് കേറി വന്നിരിക്കുന്നത്? പറ.
നീയോ എന്തിനാ ഞങ്ങളുടെ പുറകെ വെറുതെ വരുന്നേ? കുട്ടി ചെല്ല്, വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്ലു കുട്ടി. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. കുന്തം വിഴുങ്ങിയ പോലെ നോക്കി നിൽക്കാതെ പിടിക്കണ അവനെ. ഓ അങ്ങനെ തന്നെ, അങ്ങനെ ഫൈറ്റ് ചെയ്യും മിടുക്കന്മാര്. ഇവന്മാര് ഒരു കാശിനും കൊള്ളത്തില്ല. എടാ, അടി മേടിക്കാനുള്ള ശമ്പളമല്ല നിനക്ക് തരുന്നത്. അടിക്കടാ അവനെ, അടിക്ക്. കിടന്നോ എന്തിനാ എഴുന്നേക്കുന്നേ? വീണ്ടും തല്ലി വളർന്നുണ്ടോ? വേണ്ട വേണ്ട വേണ്ട, ഇങ്ങനെ എഗ് വേസ്റ്റ് ആകില്ലേ? കോടിക്കണക്കിന് വിലയുള്ളതാ. അത് നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് 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 എന്റെ വീരന്മാരെ, എനിക്ക് ഫൈറ്റ് ചെയ്യ. വേഗം ഒന്ന് പോടേ. അവന്മാര് ഇരയെ തന്നെ കോഴിയെ പോലെ കിടക്കുകയാണ്. അവരെ കൊണ്ട് നീ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. യു ആർ അണ്ടർ അറസ്റ്റ്. സ്വർണ്ണ മുട്ടകളെ നീ ശരിക്കുള്ള മുട്ടകളോടൊപ്പം ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണല്ലേ. തന്റെ ഐഡിയ ഏതായാലും കൊള്ളാം. ഐഡിയ കൊള്ളാല്ലേ? സത്യം പറയണ സാറേ, എങ്ങനെയുണ്ട് ഐഡിയ? വളരെ നന്നായിട്ടുണ്ട്. എക്സലന്റ്. കുഴപ്പമില്ല, താങ്ക് യു. ഇനി സാറ് വന്ന് എന്നെ അറസ്റ്റ് ചെയ്തോളൂ. കോഴിക്കുട്ടികളെ പിടിച്ച് കൂട്ടിലിടുന്നത് പോലെ കൊണ്ടുപോകുന്നത്. ഇന്ന് നമ്മളൊരു പാർട്ടി ആഘോഷിക്കണം. അതിനോടൊപ്പം തന്തൂരി ചിക്കനും കഴിക്കണം. ഓ വേണ്ട, എന്നെ വിട്ടേക്ക്. എന്റെ തലകനെ കൊന്നല്ലേ. വേണ്ട. Watch India's largest kids library only on Jio Hotstar. Download the app now.